പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷയുമായി പുതിയൊരു ജീവിതം തുടങ്ങിയതിനെ തുടർന്ന് വളരെയധികം സന്തോഷത്തിൽ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അബി. ഈ കാര്യം അറിയുന്നത് വളരെയധികം സന്തോഷം നൽകുകയും ചെയ്യുന്നു ഇപ്പോൾ ചന്തുവിന്. ഇതേ തുടർന്ന് ചന്തു അവരെ കാണുന്നതിനായി വന്നിരിക്കുകയാണ്. ആ ചന്തുവോ, എന്താണ് ചന്തു വിശേഷം? കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എടാ, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മറ്റൊരു കാര്യം നിന്നോട് പറയുന്നതിനാണ്. എന്താ, എന്തു പറ്റി? അത് നീ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ ദേവബാല. അവൾ അങ്ങനെ അടങ്ങിയിരിക്കുന്ന കൂട്ടത്തിലുള്ള പെണ്ണല്ല എന്ന് നിനക്കറിയാമല്ലോ. അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണം, മനസ്സിലായോ? അത് ഞാൻ ശ്രദ്ധിക്കാം. നീ ശ്രദ്ധിക്കണം, കാരണം ഞാൻ അവളെ കാണുന്നതിനായി പോയിരുന്നു. നിന്നെ ഇല്ലാതാക്കും എന്നുള്ള ഭീഷണിയാണ് അവൾ മുഴക്കുന്നത്. ഈ കാര്യം ഞാനും കേട്ടപ്പോൾ ആദ്യം തള്ളിക്കളയാമെന്ന് വിചാരിച്ചതാ. പക്ഷേ കാര്യങ്ങളത്ര നിസ്സാരമല്ല കൃഷ്. നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും, അത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? എടാ, നമ്മൾ ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. നീയും ഇഷയും സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം സംസാരിക്കുന്നതിനായി വന്നത്. അതുകൊണ്ട് നീ ഇപ്പോൾ ലീഗലായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം. ഇനിയും കാര്യങ്ങൾ വൈകിക്കരുത് ഇഷ. ഇത് നിന്നോടുകൂടിയാണ് ഞാൻ പറയുന്നത്. കാര്യങ്ങൾ ബുദ്ധിപൂർവം നീക്കണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അത് ശരി, ഞാൻ അതിനു വേണ്ട കാര്യങ്ങൾ നീക്കിക്കൊള്ളാം. അതാണ് നല്ലത്. ഇപ്പോൾ ഇവൻ്റെ നിലയിൽ ഭേദങ്ങൾ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞത് തന്നെ വളരെ വലിയൊരു കാര്യം. ഞാൻ എന്തായാലും ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് പറയാം. നിങ്ങളൊന്ന് കരുതിയിരുന്നോളൂ ആ ദേവബാലയെ. അത് എനിക്കും അറിയാം ചന്തു, ദേവബാലയുടെ സ്വഭാവം. അവളെ സൂക്ഷിച്ചില്ല എങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും. അതുകൊണ്ട് തന്നെ ഞാനും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെയാണ് ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് ഇപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ന് അബിയും ആലോചിക്കുകയാണ്. ഇതിനിടയിലാണ് ഇഷയെ ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ കടന്നു വരുന്നത്. ഇഷ, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് രാഹുൽ ഇഷയുടെ മുന്നിൽ അഭിനയിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.